അഭിലാൽ, ഈ വിവരങ്ങൾ ആദ്യം വന്നപ്പോൾ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. ഓരോ സമയം കഴിയുമ്പോഴും സാഹചര്യങ്ങൾ, ഈ ക്രൈം എങ്ങനെ നടന്നു എന്നുള്ള സാഹചര്യം ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ്. ഇപ്പോൾ റാന്നി സ്വദേശിയുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്ന അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. 2 പേരാണ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. അങ്ങനെ പോലീസ് ഏത് വഴിയിലൂടെയാണ് നീങ്ങുന്നത്? കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. റാന്നി സ്വദേശിയായ പരാതിക്കാരൻ്റെ പ്രായം 30 വയസ്സാണ്. ആലപ്പുഴ കാവാല സ്വദേശിയാണ് മറ്റൊരു പരാതിക്കാരൻ 19 വയസ്സുകാരൻ. പരാതിക്കാർ ഇരുവരും അടുത്ത ബന്ധുക്കളാണ്. റാന്നി സ്വദേശിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സ്വദേശിയായ അയാൾ രശ്മിയുമായി സൗഹൃദം സ്ഥാപിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇരുവരും തമ്മിൽ പരാതിക്കാരും രശ്മിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ സെക്സ് ചാറ്റ് ചെയ്തിരുന്നു. വാട്സപ്പിൽ നിന്നുള്ള ചാറ്റിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് പോലീസിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു പുതിയ വിവരം കൂടിയാണ്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് തിരുവോണ ദിവസം ഉണ്ടായ സംഭവവും ഈ മാസം 1-ാം തീയതി ഉണ്ടായ മർദ്ദനവും, ഈ 2 സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ജയേഷിൻ്റെ ഫോണിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ജയേഷിൻ്റെ ഫോണിലെ ഒരു രഹസ്യ പാസ്വേഡോടുകൂടി മറച്ചു വെച്ചിരിക്കുന്ന ഫോൾഡറിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. എന്നാൽ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഇതിൻ്റെ പാസ്വേഡ് പങ്കുവയ്ക്കാൻ ജയേഷ് തയ്യാറായിട്ടേ ഇല്ല. അതുതന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തെ ഇപ്പം അല്പമെങ്കിലും തടസ്സപ്പെടുത്തുന്നത്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസമായി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പരാതിക്കാരനായിട്ടുള്ള റാന്നി സ്വദേശിയുടെ വിശദാംശങ്ങൾ കളവാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു. അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-നെ തുടർന്ന് പിടിയിലായിട്ടുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും പരാതിക്കാരൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് ആദ്യഘട്ടത്തിൽ നൽകിയ വിവരങ്ങൾ പരിപൂർണമായി കളവാണ് എന്ന് ബോധ്യപ്പെടുന്നത്. വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അയാൾ പോയത്. അങ്ങനെ ഇരുവരെയും ഇവിടെ എത്തി ഈ വീട്ടിൽ നിന്നും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത് മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു 19-കാരനെ കൂടി ഇവിടെ എത്തിച്ച് സമാനമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ പെരുമാറുകയും അതിക്രൂരമായ രീതിയിലുള്ള ശിക്ഷണ നടപടികളിലേക്ക് പോവുകയും ചെയ്തു. ഇരുവരോടും ഏറെക്കുറെ ഒരേ രീതിയിലാണ് ദമ്പതികൾ പെരുമാറിയത്. ചുരുക്കത്തിൽ സൗഹൃദം നടിച്ച് ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ലൈംഗിക വീഴ്ച അഭിനയിച്ച് കാണിക്കാൻ പറയുന്നു. പിന്നീട് ദൃശ്യങ്ങൾ പകർത്തുന്നു. മുട്ടുസൂചി വിരലിൽ അടിച്ചു കയറ്റുന്നു. അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചു കയറ്റുന്നു. റാന്നി സ്വദേശിയായിട്ടുള്ള 30-കാരൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള 23 സ്റ്റാപ്ലറുകൾ. ശരിയാണ് അഭിലാൽ, അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ്. ഒരു സൈക്കോ ക്യാരക്ടറാണ് എന്ന് തന്നെ പറയാം. കേൾക്കുമ്പോൾ നമ്മൾ പോലും വിറച്ചു പോകുന്ന തരത്തിലുള്ള മർദ്ദനമാണ്. എന്തായാലും കേസ് അന്വേഷണം അത് കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. ഏറെ സങ്കീർണതകൾ നിറഞ്ഞൊരു കേസാണ്. പുതിയ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ആർ അനന്തകൃഷ്ണനും പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാലുമാണ് വിശദ വിവരങ്ങൾ നമ്മൾക്ക് നൽകിയത്.